ഗൈസ് ഞാൻ ഈ കരയും ചിരിക്കുകയും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വഴിയോ പറയാം. എന്തായാലും ഈ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് എടുത്തൊരു ഷോട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞാവയ്ക്ക് കുറുക്ക് കുടിക്കുന്ന സമയമായിട്ടുണ്ട്. നമുക്ക് നേരെ അടുക്കള അങ്ങനെ ഞങ്ങൾ നേരെ അടുക്കള വന്നപ്പോഴത്തേക്ക് കുഞ്ഞാവ പണി പറ്റിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ തുണിയൊക്കെ മാറ്റിയിട്ട് വീണ്ടും നമ്മൾ അടുക്കളയിൽ എത്തിയേക്കാണ് ഗൈസ്. ഈ എന്താകും അമ്മയും മോനും കൂടെ അടുക്കള കാണിച്ചു വെക്കാൻ പോകുന്നത് വീട് അവർ വരുമ്പോഴത്തേക്ക് കത്തിച്ചില്ലെങ്കിൽ ബാക്കി ഇവന് വേണ്ടിയിട്ടാണ് ഈ ബാഗ് വാങ്ങിച്ചെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ നോക്കി എങ്ങനെയൊക്കെ ഇട്ട് വെച്ചേക്കാണ് ഗൈസ്. പക്ഷെ അതൊന്നും അവൻ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയായതിനു ശേഷം എനിക്ക് വന്ന മാറ്റത്തിനകത്ത് ഫസ്റ്റ് ആണ് കേട്ടോ. അടുക്കളയിൽ ഞാൻ തിന്നാൻ വേണ്ടിയിട്ടല്ലാണ്ട് ഇപ്പൊ ഈ കുറുക്കുണ്ടാക്കാനും പാല് കാച്ചാനും വെള്ളം ചൂടാക്കാനും ഒക്കെ കയറുന്നുണ്ട്. അതൊക്കെ ഈ കുക്കിരി കാരണമാണ്. അങ്ങനെ നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ തണുപ്പിക്കാൻ വെച്ചേക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ വെളി വന്ന് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. മഴ പെയ്യോ ഇല്ലയോ എന്ന് ഞങ്ങൾ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വെറുതെ ഷോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ തുണിയൊക്കെ യൂസ് ചെയ്യുന്നത്, അല്ലാത്ത ടൈമിൽ നമ്മൾ പാമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനൊന്നും അല്ല, കുഞ്ഞാവ വന്നതിന് ശേഷം തൊട്ട് ഈ ഒരു നിമിഷം വരെ നമ്മൾ കുഞ്ഞാവയ്ക്ക് രാവിലെ ഫുള്ള് നമ്മൾ തുണി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നൈറ്റ് മാത്രം നമ്മൾ അവന് പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. പാമ്പേഴ്സ് അല്ലെങ്കിൽ ഹഗ്ഗീസ് ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്ത് നിന്ന് കുറച്ച് നേരം കിച്ചൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുഞ്ഞാവിടെ അച്ഛൻ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറുക്ക് കുച്ചാൻ കഴിയും. അങ്ങനെ ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് വീണ്ടും വന്ന അടുത്തൊരു മാറ്റമാണ് ക്ഷമ. ഞാൻ ക്ഷമ നന്നായിട്ട് പഠിച്ചു. അങ്ങനെ കുറുക്കൊക്കെ കുടിച്ചതിന് ശേഷം അവൻ വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പം ഞാനും അവനും കൂടെ കുറച്ച് നേരം കളിച്ചാണ്ടൊക്കെ ഇരുന്നപ്പോൾ അവർ അച്ഛൻ വീണ്ടും വിളിച്ചിട്ടുണ്ട് ഗൈസ്. ഇന്ന് പുള്ളിക്കാരൻ നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഫുള്ള് വീഡിയോ കോളായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറേ പരിശ്രമത്തിനിടെ ഞാൻ അവനെ ഉറക്കിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് വെളിയിൽ കിടന്ന തുണികളെല്ലാം ഞാൻ വീണ്ടും എടുത്ത് വെച്ചിട്ടു. ഈ ഒരു 10 മിനിറ്റിനിടയ്ക്ക് അവൻ വീണ്ടും എണീറ്റു. ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ പോയവർ തിരിച്ചു വന്നു. പക്ഷെ അഞ്ചിന്റെ പലരും കമ്പിയിട്ടില്ല ഗൈസ്, ജസ്റ്റ് ഒരു ബാൻഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലണം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.